നമസ്കാരം. പ്രധാന വാർത്തകൾ ആദ്യം. സംസ്ഥാനത്ത് സൂര്യതപമേറ്റ് യുവാവ് മരിച്ചു. കിണർ പണിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ചത് കണ്ണൂർ പള്ളിപ്പൊയിൽ സ്വദേശി സനൽകുമാർ. സംസ്ഥാനത്ത് 3 പേർക്ക് സൂര്യതപമേറ്റു. 2 ദിവസം കൂടി ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ കടുത്ത ചൂട് തുടരും. തിരുവനന്തപുരം ചിറയിൻകീഴ് പാമ്പ് കടിയേറ്റ് മരിച്ച 8 വയസ്സുകാരൻ ദിക്ഷലിന് വിട. സംസ്കാരം നടത്തി. മുലയിൽ വീട്ടിൽ ദിലീപ്, അനു ദമ്പതികളുടെ മകൻ ദിക്ഷലിന് കടിയേറ്റത് ഉറക്കത്തിനിടെ. ചികിത്സാ പിഴവാണ് മരണകാരണമെന്ന് കുടുംബം. റിപ്പോർട്ട് തേടി DMO. ചിറയിൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. തൃശൂർ പൂരത്തിൽ ആചാരപരമായ ആഘോഷം മാത്രം. വെടിക്കെട്ട് ഒഴിവാക്കി. കുടമാറ്റം 15 മിനിറ്റ് തീരുമാനം. ദേവസ്വം മന്ത്രി വിളിച്ച യോഗത്തിൽ സ്ഫോടനം നടന്ന മുണ്ടത്തിക്കോട് നടത്തിയ തെരച്ചിലിൽ കൂടുതൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തി. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും റെക്കോർഡ് പോളിംഗ്. ബംഗാളിൽ പോളിംഗ് ശതമാനം 90-ലേക്ക്. തമിഴ്നാട്ടിൽ 82.4% പോളിംഗ്. പശ്ചിമ ബംഗാളിൽ വ്യാപക സംഘർഷം. കനത്ത സുരക്ഷ. വോട്ട് ചെയ്ത് പ്രമുഖർ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ അധ്യാപകരുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി മറ്റന്നാൾ. തലശ്ശേരി സെഷൻസ് കോടതിയിൽ വാദം പൂർത്തിയായി. അധ്യാപകർക്കെതിരെ കൂടുതൽ തെളിവുകൾ ഹാജരാക്കി പബ്ലിക് പ്രോസിക്യൂട്ടർ. മരണത്തിൽ പങ്കില്ലെന്ന അധ്യാപകരുടെ അഭിഭാഷകൻ കോടതിയിൽ. കോഴിക്കോട് വൻ MDMA വേട്ട. 3 കോടി രൂപ വില മതിക്കുന്ന ലഹരി സൂക്ഷിച്ചത് കാറിന്റെ ബോണറ്റിൽ. പിടിയിലായത് കച്ചേരിക്കൽ സ്വദേശി ഷഹീഖ്, അടിവാരം സ്വദേശിനി ഫാത്തിമ നസ്രീൻ എന്നിവർ. സംസ്ഥാനത്ത് വേനൽ ചൂട് കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. കണ്ണൂരിൽ സൂര്യതപമേറ്റ് യുവാവ് മരിച്ചു. മലപ്പുറത്ത് 4 വയസ്സുകാരിക്കും കോഴിക്കോട് അങ്കണവാടി ടീച്ചർക്കും എറണാകുളത്ത് ഇതര സംസ്ഥാന തൊഴിലാളിക്കും സൂര്യതപമേറ്റു. സംസ്ഥാനത്ത് നാളെയും മറ്റന്നാളും ഉഷ്ണതരംഗ മുന്നറിയിപ്പാണ്. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിലാണ് മുന്നറിയിപ്പ്. മറ്റെല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ജീവൻ പോലും നഷ്ടമാകുന്ന രീതിയിലാണ് വേനൽ ചൂട് കഠിനമാകുന്നത്. സൂര്യാതപത്തിൽ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ പള്ളിപ്പൊയിൽ സ്വദേശിയായ സനൽകുമാറാണ് മരിച്ചത്. കിണർ പണിക്കിടെ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1:30 കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇന്ന് പുലർച്ചെയോടെ മരണം സ്ഥിരീകരിച്ചു. സൂര്യാഘാതമാണ് മരണകാരണമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. മലപ്പുറത്ത് മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 4 വയസ്സുകാരിക്ക് സൂര്യാതപമേറ്റു. വണ്ടൂർ സ്വദേശിനിയായ ഇസ ജോണിന്റെ കൈക്കും വയറിനുമാണ് പൊള്ളലേറ്റത്. കുട്ടിക്ക് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നൽകി. കോഴിക്കോട് നാദാപുരത്ത് അങ്കണവാടിയിൽ ജോലി ചെയ്യുകയായിരുന്ന അനില എന്ന അധ്യാപികയ്ക്കും സൂര്യാഘാതമേറ്റ് കൈക്ക് പൊള്ളലേറ്റു. സംസ്ഥാനത്ത് ചൂട് ക്രമാതീതമായി ഉയരുന്ന പശ്ചാത്തലത്തിൽ ഉഷ്ണതരംഗത്തിന്റെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. നാളെയും മറ്റന്നാളുമാണ് മുന്നറിയിപ്പുള്ളത്. മറ്റ് എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പാലക്കാട് 41 ഡിഗ്രി വരെ താപനില ഉയർന്നത് ജനജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. 2024 ശേഷം ആദ്യമായാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഉഷ്ണതരംഗ സാഹചര്യം ഉടലെടുക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കനത്ത ചൂട് കണക്കിലെടുത്ത് കുട്ടികളെ നിർബന്ധിച്ച് അങ്കണവാടികളിൽ ഇരുത്തേണ്ടതില്ല എന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. വരാത്ത കുട്ടികൾക്ക് പോഷകാഹാരം ഉൾപ്പെടെയുള്ളവ വീടുകളിലെത്തിച്ചു നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന് ചെയർമാൻ KV മനോജ് കുമാർ ഇറക്കിയ ഉത്തരവിൽ പറയുന്നു. ഷീറ്റ് ഉപയോഗിച്ച് മേൽക്കൂര നിർമ്മിച്ചിട്ടുള്ളതും വായുസഞ്ചാരമില്ലാത്തതുമായ അങ്കണവാടികൾ തുറന്ന് പ്രവർത്തിപ്പിക്കരുത്. ഉച്ചയ്ക്ക് 11 മുതൽ വൈകിട്ട് 3 വരെയുള്ള സമയങ്ങളിൽ കുട്ടികളെ പുറത്ത് കളിക്കാൻ വിടരുത്. കുടിവെള്ള ലഭ്യത ഉറപ്പാക്കണമെന്നും കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം നൽകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. പത്തനംതിട്ട നഗരസഭ മുൻ ചെയർമാനും DCC വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് A സുരേഷ് കുമാർ ബാലാവകാശ കമ്മീഷന് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി.
തിരുവനന്തപുരം ചിറയൻകീഴിൽ പാമ്പ് കടിയേറ്റ് മരിച്ച 8 വയസ്സുകാരന്റെ സംസ്കാരം നടത്തി. അഴൂരിലെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാരം. ആശുപത്രിക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു. ചികിത്സാ പിഴവാണ് മരണകാരണമെന്ന് കുടുംബം ആരോപിച്ചു. സംഭവത്തിൽ DMO വിശദീകരണം തേടിയിട്ടുണ്ട്. ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. എബി ജോൺ തോമസ് വിശദാംശങ്ങൾ നൽകും. എബി, ദിക്ഷലിന് കണ്ണീരോടെ വിട നൽകിയിരിക്കുകയാണ് നാട്. ഒപ്പം ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണം കുടുംബം ഉന്നയിച്ചിരിക്കുന്നു. പ്രതിഷേധമൊക്കെ നടക്കുകയാണല്ലോ. തീർച്ചയായും ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. നമുക്ക് വീടിൻ്റെ പരിസരത്ത് നിന്ന് നമ്മൾ എത്തിയ ഘട്ടത്തിൽ സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്ന സമയത്ത് നിരവധിയായിട്ടുള്ള ആളുകളാണ് ആ കുഞ്ഞിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് അവിടേക്ക് എത്തിയത്. വളരെ പരിതാപകരമായിട്ടുള്ള ഒരു സാഹചര്യം, ജീവിത സാഹചര്യം തന്നെയായിരുന്നു അവരുടേതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അത്രമാത്രം ശോചനീയമായിട്ടുള്ളൊരു വീട് ചുറ്റുപാടൊക്കെ തന്നെയായിരുന്നു. ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് കുഞ്ഞിന്, ഏതാണ്ട് 2:30 മണിയോടുകൂടിയാണ് കുഞ്ഞിന് പാമ്പ് ദംശനം ഏൽക്കുന്നത്. അതിനുശേഷം അവർ വളരെ വേഗം തന്നെ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക്, ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന ആശുപത്രിയിലേക്കാണ് എത്തിച്ചത്. അതിനുശേഷം കൃത്യമായിട്ടുള്ള ഒരു പരിചരണം കുഞ്ഞിന് ലഭിച്ചില്ല എന്നതായിരുന്നു ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമായി ഉയർന്നു വന്നത്. ഇവിടെ വന്നു, കുഞ്ഞിനെ ഇവിടെ കാഷ്വാലിറ്റിയിൽ എത്തിച്ചു. പക്ഷേ രക്തപരിശോധനയിൽ പോലും പാമ്പ് കടിയേറ്റ് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നതിന് സാധിച്ചില്ല എന്നുള്ളതായിരുന്നു ആശുപത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഒരു വിശദീകരണമായി വന്നിരിക്കുന്നത്. അതിനുശേഷം കുഞ്ഞ് ഛർദ്ദിച്ചതിനെ തുടർന്ന് വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ റെഫർ ചെയ്യുകയായിരുന്നു. മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിയാണ് മരണം സംഭവിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോൾ ഉയർന്നു വരികയാണ്. കൃത്യമായിട്ടുള്ള പരിശോധന ഇവിടെ നടത്തിയില്ല, താലൂക്ക് ആശുപത്രിയിൽ നടത്തിയില്ല, കൃത്യമായിട്ടുള്ള ചികിത്സ ഇവിടെ നൽകിയില്ല. തീർച്ചയായും ഒരു ചികിത്സാ പിഴവ് തന്നെയാണ് ഈ കുഞ്ഞിൻ്റെ മരണത്തിന് കാരണമെന്നതാണ് കുടുംബം പ്രാഥമികമായും ആരോപിച്ചത്. അതിനുശേഷം ഇവിടേക്ക് മാർച്ച് നടത്തിയ BJP ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും തന്നെ ആ ഒരു ആരോപണം ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇനിയും ആശുപത്രിക്കെതിരെ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം ഇത് ഒരു ആദ്യത്തെ സംഭവമല്ല ഇത്തരത്തിൽ ചിറയൻകീഴ് ആശുപത്രിയിൽ ഉണ്ടാകുന്നത്. ഇതൊരു പതിവ് സംഭവമാണ് എന്നുള്ളൊരു ആരോപണവും വിമർശനവും ഇത്തരത്തിൽ ഈ പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ നിലയിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആരോഗ്യ വകുപ്പിനെതിരെയായിരുന്നു ഇന്നിപ്പോൾ ഉണ്ടായിട്ടുള്ള മുദ്രാവാക്യങ്ങളേറെയും ഉണ്ടായിരുന്നത് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവം. നമ്മൾ തൃശ്ശൂരിലെ ആ സംഭവത്തിൻ്റെ ഞെട്ടലിൽ നിന്നും ഇതുവരെയും മാറിയിട്ടില്ല. കുഞ്ഞ് അവിടെ 2 സഹോദരങ്ങളായിട്ടുള്ള 2 പേർക്കാണ് അന്ന് പാമ്പ് കടിയേൽക്കുന്നത്. അതിലൊരാൾ മരിക്കുന്ന സാഹചര്യമുണ്ടായി. മറ്റ് ചികിത്സയിലായിരുന്നയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിനെക്കുറിച്ചുള്ള വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസമാണ് നൽകിയത്. അതിൻ്റെ ഒരു ആശ്വാസം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വലിയ ദുഃഖത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു വാർത്തയിലേക്ക് നമ്മൾ വീണ്ടും എത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നത്. ആ കുടുംബത്തിൻ്റെ വീടിൻ്റെ ഒരു പശ്ചാത്തലം തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു പാമ്പ് കടിക്ക് കാരണമായിട്ടുള്ളത് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം അത്രമാത്രം ശോചനീയമായിട്ടുള്ള അവസ്ഥയിലാണ് അവർ താമസിച്ചിരുന്നത് എന്നതാണ് ആ വീട്. ഒപ്പം തന്നെ ആ വീടിൻ്റെ പരിസരം, ആ പ്രദേശമെല്ലാം തന്നെ അവിടെ ഇത്തരത്തിൽ പാമ്പിനെ സ്ഥിരമായി കാണാറുള്ളൊരു സ്ഥലം കൂടിയാണ് എന്നുള്ള കാര്യവും ആ പ്രദേശവാസികൾ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും വളരെ സങ്കടകരമായിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു, ദുഃഖകരമായിട്ടുള്ള സംഭവം തന്നെയായിരുന്നു. അതിനെതിരെ ഇപ്പോൾ ഈ ആശുപത്രിയുടെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസും BJPയും ഒക്കെ തന്നെ രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ശക്തമായിട്ടുള്ള പ്രതിഷേധം വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. അഖില, എബി ജോൺ തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം ആചാരപരമായ ചടങ്ങുകൾ മാത്രമാക്കി നടത്താൻ തീരുമാനം. തൃശൂർ കളക്ടറേറ്റിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമായി പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികൾ നടത്തിയ യോഗത്തിലാണ് തീരുമാനം. വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കാനും കുടമാറ്റത്തിന്റെ ദൈർഘ്യം കുറയ്ക്കാനും തീരുമാനമായി. മറ്റ് ചടങ്ങുകൾക്ക് മാറ്റമില്ല. സാമ്പിൾ വെടിക്കെട്ട് ഒഴിവാക്കി പ്രധാന വെടിക്കെട്ട് നടത്താൻ പാറമേക്കാവ് ദേവസ്വം താൽപര്യം അറിയിച്ചിരുന്നു. എന്നാൽ മന്ത്രിതല ചർച്ചയിൽ ഇത് ഒഴിവാക്കുകയായിരുന്നു. ആചാരം പാലിക്കുന്നതിനായി ഒരു കതിനയോ കുഴിമിന്നലോ മാത്രമാകും സമ്പൂർണ്ണ വെടിക്കെട്ടിന് പകരമായി ഉണ്ടാവുക. കുടമാറ്റത്തിൽ കുടകളുടെ എണ്ണം കുറയ്ക്കും. കുടമാറ്റത്തിന്റെ സമയദൈർഘ്യവും വെട്ടിച്ചുരുക്കും. 1 മണിക്കൂർ ഉണ്ടായിരുന്ന കുടമാറ്റം 15 മിനിറ്റാക്കി കുറച്ചു. കുടമാറ്റത്തിന് 15 ആനകൾ വീതമാണ് പാറമേക്കാവിനും തിരുവമ്പാടിക്കും ഉണ്ടാവുക. അതേസമയം ഇലഞ്ഞിത്തറമേളം, ആന എഴുന്നള്ളിപ്പ് എന്നിവ ആചാരത്തിന്റെ ഭാഗമായതിനാൽ ഇവ ഒഴിവാക്കില്ലെന്ന പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷ് പറഞ്ഞു. കുടമാറ്റം സിംബോളിക്
കുറച്ച് സെറ്റ് ബാക്സ് അതൊക്കെ എന്നുള്ളപ്പോൾ സാധാ നടക്കണം. കുറച്ച് ഇപ്പം നമ്മൾ 15 സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചിലപ്പോൾ കുറച്ചുകൂടി കുറയ്ക്കും. അപ്പോൾ പ്രതീകാത്മകമായിട്ട് നടക്കും. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നുവെന്നും വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കുകയും കുടമാറ്റം ചടങ്ങ് മാത്രമായി മാറ്റുമെന്നും ആചാരങ്ങൾക്ക് മാറ്റമില്ലെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാറും പറഞ്ഞു. പൂരം എന്തായാലും ചടങ്ങുകളെല്ലാം ഭംഗിയാക്കി നടത്തും. ഇല്ല, ഉണ്ടാവില്ല. കുടമാറ്റം ആചാരപ്രകാരമുള്ള എല്ലാം ഉണ്ടാവും. എല്ലാ ആചാരങ്ങളും ഉണ്ടാവും. മന്ത്രിമാരായ ആർ ബിന്ദു, വി എൻ വാസവൻ, കെ രാജൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ആർ ദേശ്മുഖ്, വിവിധ സർക്കാർ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, തൃശൂർ. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽപ്പെട്ടവർക്കായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ധനസഹായം കൃത്യമായി അവരവരുടെ വീടുകളിലേക്ക് എത്തിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അന്വേഷണം നടക്കട്ടെ എന്നും പടക്ക നിർമ്മാണ തൊഴിലാളികൾക്ക് സുരക്ഷ ഒരുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അപകടത്തിൽപ്പെട്ടവരുടെ കൂടെ പാർട്ടിയുണ്ട് എന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. അപകടം നടന്ന മുണ്ടത്തിക്കോട് സന്ദർശനം നടത്തുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പ്രഖ്യാപിച്ച റിലീഫ് ഫണ്ട് അതെല്ലാം കൃത്യമായി എല്ലാ കുടുംബത്തിനും എത്തിക്കണം എന്ന് പറയാനാണ് ഞാൻ ഇന്ന് ഇവിടെ വച്ചിരിക്കുന്നത്. പാർട്ടി സഹായിക്കുന്നുണ്ട്, ഇനിയും സഹായിക്കും എന്ന് മാത്രമേ ഇന്ന് പറയാനുള്ളൂ. കൂടുതൽ ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇത് അന്വേഷണം നടക്കട്ടെ, എന്തായിരുന്നു ഇതിൻ്റെ പിന്നിൽ കാരണങ്ങൾ. പിന്നെ ഞാൻ ഇന്ന് പാർട്ടിൻ്റെ ഒപ്പം ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ട്രഡീഷണലായിട്ട് പണിയെടുക്കുന്ന ഇവർക്ക് എന്ത് സഹായം നമുക്ക് നൽകാൻ, നമുക്ക് എന്താണ് സഹായിക്കാൻ പറ്റുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വഴി. അവരുടെ വർക്കിന് ഒരു മോഡേണൈസേഷനും അവർക്ക് വേണ്ടത്ര എക്വിപ്മെൻറ്റും സേഫ്റ്റീൻ്റെ എക്വിപ്മെൻറ്റും കൊടുക്കാൻ എന്തെങ്കിലും സാധിക്കുമോ എന്ന് ഒരു ചർച്ച തുടങ്ങുന്നുണ്ട്. അത് സംസ്ഥാന ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വഴി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് ഞങ്ങൾ അതിൻ്റെ ഒരു ചർച്ച നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉത്സവങ്ങളിലും പെരുന്നാളുകളിലും മറ്റു ചടങ്ങുകളിലുമൊക്കെ ഇനിയും സങ്കടക്കാഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ വിവേകപൂർവ്വം പരിശ്രമിക്കണമെന്ന് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. വിശുദ്ധർ പ്രസാദിക്കുന്നത് വെടിക്കെട്ടിലല്ല, മറിച്ച് വിശ്വാസിയുടെ ഹൃദയവിശുദ്ധിയിലാണ്. കൽപ്പനകളോ നിയമങ്ങളോ അല്ല, മനുഷ്യ മനസാക്ഷിയുടെ വീണ്ടുവിചാരമാണ് ആർഭാടങ്ങളിൽ നിന്ന് ഒഴിവാകാൻ പ്രേരകമാകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. മുണ്ടത്തിക്കോട് വെടികെട്ട് ദുരന്തത്തിൻ്റെ ഹൃദയവേദനയിലാണ് മലയാളക്കര. ഓരോ ദുരന്തങ്ങൾക്ക് ശേഷവും അത് ആവർത്തിക്കാതിരിക്കാൻ നാം മുൻകരുതലുകൾ സ്വീകരിക്കാറുണ്ട്. എന്നാൽ അവയുടെ ആയുസ് അടുത്ത അപകടം വരെ മാത്രമാണെന്ന് മുണ്ടത്തിക്കോട് ദുരന്തം തെളിയിക്കുന്നു. ഉത്സവങ്ങളിലും പെരുന്നാളുകളിലും മറ്റ് ചടങ്ങുകളിലുമൊക്കെ ഇനിയും ഇത്തരം സങ്കടക്കാഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ വിവേകപൂർവം നാം പരിശ്രമിക്കണം. നൈമിഷിക സന്തോഷത്തിനു വേണ്ടി നിർദോഷികളായ മനുഷ്യരുടെ ജീവൻ കുരുതി കൊടുക്കണമോ എന്ന് മനസ്സ് തുറന്ന് ചിന്തിക്കണം. ശാസ്ത്രീയമായ രീതിയിൽ പടക്കങ്ങളും കരിമരുന്നും സൂക്ഷിക്കുന്നതിനോ മറ്റ് സംവിധാനങ്ങൾ ഒരുക്കുന്നതിനോ അധികൃതർ തയ്യാറാകുന്നില്ല എന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഉത്സവങ്ങളിൽ ആനയെ എഴുന്നള്ളിക്കുമ്പോഴും കൃത്യമായ പരിപാലനം നടത്തുന്നില്ല. പടക്ക നിർമ്മാണശാലകളിൽ കരിമരുന്നുകൾ സൂക്ഷിക്കുന്നതിൽ കൃത്യമായ മാനദണ്ഡം ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഉണ്ടായ സന്ദർഭത്തിൽ ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അന്ന് പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തെ സംബന്ധിച്ച് പഠിക്കാൻ വെച്ച കമ്മീഷന്റെ റിപ്പോർട്ട് ഗവൺമെന്റ് പ്രകാരമുള്ളതാണ്. ആ കമ്മീഷനകത്ത് ആധുനികമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും പടക്ക നിർമ്മാണത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുമുള്ള നിരവധി നിർദ്ദേശങ്ങൾ ഉള്ളതാണ്. ദൗർഭാഗ്യവശാൽ ആ നിർദ്ദേശങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. ഗവൺമെൻറ്റും പാലിച്ചില്ല, നടപ്പാക്കിയില്ല. ഈ വിവിധ സ്ഥലങ്ങളിൽ പെരുന്നാളും ഉത്സവങ്ങളും പൂരങ്ങളും ഒക്കെ നടത്തുന്ന ദേവസ്വങ്ങളോ അവിടുത്തെ കമ്മിറ്റിക്കാരോ ശ്രദ്ധിച്ചില്ല. അതിൻ്റെ ഫലമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ അപകടം. മുണ്ടത്തിക്കോട് അവിടെ ഒരു ഫയർഫോഴ്സിൻ്റെ സംവിധാനം പോലും ഇല്ലാതെയാണ് ഈ പടക്കങ്ങൾ നിർമ്മിക്കുകയും വലിയ ശബ്ദത്തോടെ പൊട്ടുന്ന അമിട്ടുകളൊക്കെ നിർമ്മിക്കുകയൊക്കെ ചെയ്തു. പശ്ചിമബംഗാൾ വോട്ടെടുപ്പിൽ റെക്കോർഡ് പോളിംഗ്. വൈകിട്ട് 5 മണിവരെ 89.93% പോളിംഗ് രേഖപ്പെടുത്തി. പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനിടെ ബംഗാളിൽ സംഘർഷമുണ്ടായി. മുർഷിദാബാദിലാണ് പ്രവർത്തകർ
CPM തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. ജിഷ്ണു കൃഷ്ണൻ വിശദാംശങ്ങൾ നൽകുകയാണ്. ജിഷ്ണു, ഒന്നാം ഘട്ടത്തിൽ 90%, അതായത് ഇനി കുറച്ച് സമയം, ഇപ്പോൾ പോളിംഗ് സമയം കഴിഞ്ഞെങ്കിൽ ഇനി ഔദ്യോഗിക കണക്കൊക്കെ വരാനുണ്ട്. പലയിടത്തും ഇപ്പോഴും വോട്ടെടുപ്പ് നടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്, നേരത്തെ എത്തിയവരുടെയൊക്കെ. അപ്പോൾ 90% കടന്നു പോകും. ഇത് ആർക്കാണ് സാധ്യത നൽകുക? ഒപ്പം അവിടെ സംഘർഷവും ഉണ്ടല്ലോ. പശ്ചിമ ബംഗാളിൽ കണക്കുകൾ പ്രകാരം 93% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ശേഷം നടക്കുന്ന അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം ഉയരും എന്ന കണക്കുകൂട്ടൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അന്തിമ കണക്കുകൾ വരുമ്പോൾ 90% മുകളിലേക്ക് ആ പോളിംഗ് എത്തും എന്നാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 82.3% ആ പോളിംഗ് രേഖപ്പെടുത്തിയത്. ഇതിപ്പോൾ ആദ്യഘട്ട വോട്ടെടുപ്പിൽ 89 5 മണി വരെ. അന്തിമ കണക്കുകൾ പ്രകാരം അത് 90% മുകളിലേക്ക് പോകും. ഈ കൂടിയ വോട്ടിംഗ് ശതമാനം അല്ലെങ്കിൽ ജനങ്ങൾ കൂടുതലായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് അത് ഭരണവിരുദ്ധ വികാരമാണോ, ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണോ എന്ന കണക്കുകൂട്ടൽ രാഷ്ട്രീയ പാർട്ടികൾ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ 7 മണിയോടുകൂടിയാണ് 152 മണ്ഡലങ്ങൾ, 16 ജില്ലകളിലായി 152 മണ്ഡലങ്ങൾ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. മുർഷിദാബാദ് കൂടാതെ ദക്ഷിണ ദിനാജ്പൂർ ജില്ലകളിൽ നേരിയ സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അസ്നസ്നോൾ മേഖലയിൽ BJP സ്ഥാനാർത്ഥി അഗ്നിമിത്ര പോളിന്റെ വാഹനത്തിന് നേരെ തൃണമൂൽ കോൺഗ്രസിന്റെ ആക്രമണം ഉണ്ടായി. അത്തരത്തിൽ ചെറിയ സംഘർഷങ്ങൾ വിവിധ മേഖലകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ നടന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സേനയെ വിന്യസിച്ചുകൊണ്ട് വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോളിംഗ് ബൂത്തുകളിലും പൊതു ഇടങ്ങളിലും അതിർത്തി മേഖലകളിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബംഗാളിൽ ഒരുക്കിയിരുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾ തുടർച്ചയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ബംഗാളിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് അവസാനിക്കാൻ പോവുകയാണ്. പോളിംഗ് ബൂത്തിലെത്തുന്ന എല്ലാവർക്കും, അതായത് നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ പോളിംഗ് ബൂത്തിലെ ക്യൂവിലേക്ക് എത്തിയ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. 294 അംഗ നിയമസഭയിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുക ഈ മാസം 29-നാണ്. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലും മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 5 മണി വരെയുള്ള കണക്ക് പ്രകാരം 82.24% പോളിംഗ് രേഖപ്പെടുത്തിയത്. പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും സിനിമാ താരങ്ങളുമൊക്കെ രാവിലെ തന്നെ വോട്ട് ചെയ്തു. അതേസമയം പോളിംഗ് സമയം നീട്ടണമെന്നാവശ്യപ്പെട്ട് TVK അധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു കത്ത് നൽകിയിരുന്നു. ഭരണ തുടർച്ച ലക്ഷ്യമിട്ട് DMKയും തിരിച്ചുവരവിന് അണ്ണാ DMKയും മാസ് എൻട്രിക്ക് വിജയുടെ TVKയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന പോരാട്ടം. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പിൽ മികച്ച പോളിംഗാണ് ആദ്യ മണിക്കൂറുകളിൽ രേഖപ്പെടുത്തുന്നത്. ആകെ 5.73 കോടി വോട്ടർമാരാണ് തമിഴ്നാട്ടിലുള്ളത്. 234 അംഗ നിയമസഭയിലേക്ക് 4023 സ്ഥാനാർത്ഥികളും മത്സര രംഗത്തുണ്ട്. ഒറ്റഘട്ടമായിട്ടാണ് പോളിംഗ് നടക്കുന്നത്. പല പോളിംഗ് ബൂത്തുകളിലും വലിയ തിരക്കാണ് രാവിലെ മുതൽക്ക് തന്നെ അനുഭവപ്പെട്ടത്. ചെന്നൈയിലെയും കോയമ്പത്തൂരിലെയും ബസ് സ്റ്റാൻഡുകളിൽ പുലർച്ചെ അസാധാരണ തിരക്കുണ്ടായി. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ, TVK പ്രസിഡന്റ് വിജയ്, കേന്ദ്രമന്ത്രി L മുരുകൻ, സിനിമാ താരങ്ങളായ രജനീകാന്ത്, കമൽഹാസൻ, അജിത്, തൃഷ, സംഗീതജ്ഞൻ ഇളയരാജ തുടങ്ങിയവർ ചെന്നൈയിലും, അണ്ണാ DMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി സേലത്തും, BJP നേതാവ് K അണ്ണാമലൈ കോയമ്പത്തൂരിലും വോട്ട് രേഖപ്പെടുത്തി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 73.63% പോളിംഗ്. ഇത്തവണ അത് കൂടുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മുൻ വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പിനേക്കാൾ വാശിയേറിയ പ്രചാരണത്തിനാണ് തമിഴ്നാട് ഇത്തവണ സാക്ഷ്യം വഹിച്ചത്. ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയും സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്തുമാണ് DMKയുടെ നേതൃത്വത്തിലുള്ള മതേതര പുരോഗമന സഖ്യം വോട്ട് തേടിയത്. കോൺഗ്രസ്, CPM, CPI, DMDK പാർട്ടികൾക്കൊപ്പം SDPIയും ഈ മുന്നണിയിലാണ്. DMK മന്ത്രിമാരുടെ അഴിമതിയും ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകളും സ്ത്രീ സുരക്ഷയില്ലായ്മയും ഉയർത്തിയാണ് BJP, അണ്ണാ DMK എന്നിവ ഉൾപ്പെടുന്ന NDA മുന്നണി പ്രചരണം നയിച്ചത്. PMK അടക്കമുള്ള പാർട്ടികളും NDAയിലുണ്ട്. പ്രധാനമായും DMKയെ ആക്രമിച്ചുകൊണ്ടായിരുന്നു നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള TVKയുടെ പ്രചാരണം. എല്ലാ മണ്ഡലത്തിലും TVK സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുമുണ്ട്. അതേസമയം പോളിംഗ് സമയം നീട്ടണമെന്ന ആവശ്യവുമായി TVK അധ്യക്ഷൻ വിജയ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു. ബസ്സുകൾ ഇല്ലാത്തതിനാൽ വോട്ടർമാർ വൈകിയെന്നും അതിനാൽ 2 മണിക്കൂർ അധികം അനുവദിക്കണമെന്നുമാണ് ആവശ്യം. ബസ്സുകൾ കുറച്ചത് ആസൂത്രിത നീക്കമെന്ന് സംശയിക്കുന്നതായും ആയിരക്കണക്കിന് വോട്ടർമാർ പലയിടത്തും കുടുങ്ങിക്കിടക്കുന്നതായും വിജയ് കത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കോഴിക്കോട് MDMAയുമായി 2 പേർ പിടിയിൽ. കച്ചേരിക്കൽ സ്വദേശി ഷഹീഖ്, അടിവാരം സ്വദേശിനി ഫാത്തിമ നസ്രീൻ എന്നിവരാണ് പിടിയിലായത്. കാറിന്റെ ബോണറ്റിൽ സൂക്ഷിച്ച നിലയിലാണ് 3 കോടി രൂപ വിലമതിക്കുന്ന MDMA കണ്ടെത്തിയത്. എക്സൈസിന്
എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ്, ഇന്റലിജൻസ് രഹസ്യ വിഭാഗവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് പന്തീരങ്കാവ് ടോൾ ബൂത്തിന് സമീപത്ത് ഇവരെ പിടികൂടിയത്. വൈദ്യുത ഉപകരണത്തിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചു. കുണ്ടറ കൊടുവിള കൊച്ചുപ്ലാമൂട് ആദിഭവനിൽ രതീഷിന്റെയും അമൃതയുടെയും മകൻ ആദിദേവാണ് മരിച്ചത്. 12 വയസ്സായിരുന്നു. വീടിനോട് ചേർന്ന് ഷെഡിൽ സൂക്ഷിച്ചിരുന്ന മെഷീൻ പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് വൈദ്യുതാഘാതമേറ്റത് എന്നാണ് സംശയം. അപകട സമയത്ത് ആദിദേവും സഹോദരി ആദ്രയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വീടിനുള്ളിൽ സഹോദരനെ കാണാത്തതിനെ തുടർന്ന് അന്വേഷിച്ചെത്തിയ ആദ്രയാണ് വീടിന്റെ സമീപത്തെ ഷെഡിൽ ആദിദേവിനെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. തുടർന്ന് കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഊഞ്ഞാലാടുന്നതിനിടെ ബനിയൻ കഴുത്തിൽ കുടുങ്ങി 10 വയസ്സുകാരന് ദാരുണാന്ത്യം. പാലക്കാട് നല്ലേപ്പിള്ളി കുറുപ്പുസ്വാമി പ്രിയ ദമ്പതികളുടെ മകൻ അഭിനവാണ് മരിച്ചത്. വീടിന്റെ സിറ്റൌട്ടിലെ ഊഞ്ഞാൽ കയറിൽ പിടിച്ചാടുന്നതിനിടെയാണ് അപകടം. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സംഭവം. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ അധ്യാപകരുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി മറ്റന്നാൾ. തലശ്ശേരി സെഷൻസ് കോടതിയിൽ വാദം പൂർത്തിയായി. നിതിൻ രാജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഡോക്ടർ റാമിനും സംഗീതയ്ക്കും കുരുക്കുമുറുകുകയാണ്. കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ തെളിവുകൾ അക്കമിട്ട് നിരത്തി. ജാതി അധിക്ഷേപം ഒഴിവാക്കാൻ റാം പട്ടികജാതിക്കാരനാണെന്ന രേഖ ഹാജരാക്കി. എന്നാൽ റാം പട്ടികജാതിക്കാരനല്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയതായി പബ്ലിക് പ്രോസിക്യൂട്ടർ അറിയിച്ചു. കർണാടകയിലുള്ള ബജേന്ദ്രി എന്ന ഷെഡ്യൂൾഡ് കാസ്റ്റിൽ പെട്ട ആളാണെന്നും അതുകൊണ്ട് കേസ് നിലനിൽക്കില്ല എന്നുമായിരുന്നു ഹർജിയിൽ പറഞ്ഞത്. ഞങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നടത്തിയപ്പോൾ ബജേന്ദ്രി എന്ന ജാതി അത് SC അല്ല എന്നും അത് OBC ഗ്രൂപ്പിലാണെന്നും അദ്ദേഹത്തിന്റെ വാദം ശരിയല്ല എന്നും നമുക്ക് സമർത്ഥിക്കാൻ കോടതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. രേഖാമൂലം തന്നെ അത് സമർപ്പിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹം ആ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ വ്യാജമായിട്ട് എന്തെങ്കിലും ബിരുദമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യോഗ്യതകളോ നേടിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടത് പോലീസാണ്. ഏതായാലും ആ ഭാഗം തൽക്കാലം മാറ്റി നിർത്താം. നിതിൻ രാജിന്റെ മരണത്തിൽ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലേക്ക് യൂത്ത് ലീഗിന്റെ പ്രതിഷേധ മാർച്ച്. കോൺഗ്രസ് കേസ് അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെയും പ്രതികളെ സംരക്ഷിക്കുന്ന പോലീസ് ഗൂഢാലോചനയ്ക്കെതിരെയുമാണ് പ്രതിഷേധം. മുസ്ലിം യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. കോളേജിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അതേസമയം പ്രതികളായ അധ്യാപകർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ മറ്റന്നാളാണ് വിധി. നിതിൻ രാജിന്റെ മരണത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ ദളിത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് നടയിൽ ഏകദിന ഉപവാസം നടത്തി. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കം നടക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. പട്ടികജാതിക്കാരെ അവഗണിച്ച ഇതുപോലൊരു സർക്കാർ ചരിത്രത്തിലുണ്ടായിട്ടില്ല എന്നും ചെന്നിത്തല പറഞ്ഞു. ഡോക്ടറാകണമെന്ന് ആഗ്രഹിച്ച ഈ കുട്ടിയുടെ സ്വപ്നങ്ങൾ പൊലിഞ്ഞുപോയത് പീഡനത്തിന്റെ ഫലമായിട്ടാണ്, മാനസികമായ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ്. ആ പ്രതികളെ രക്ഷിക്കാൻ ആര് നടത്തുന്ന സമൂഹത്തെയും നമുക്ക് ചെറുക്കണം. ഭാരതീയ ദളിത് കോൺഗ്രസ് AK ശശിയുടെ നേതൃത്വത്തിൽ ഈ പരിപാടി ഏറ്റെടുത്ത് ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. ഈ പദ്ധതി ഈ നീതി കിട്ടുന്നത് വരെ, ഈ കുടുംബത്തിന് നീതി കിട്ടുന്നത് വരെ നമ്മുടെ പോരാട്ടം തുടരണം. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ റേഷൻ കാർഡിൽ പേര് ചേർത്തത് വ്യാജമായിട്ടല്ലെന്ന് വിവരാവകാശ രേഖ. അപേക്ഷയിൽ കാർഡ് ഉടമയുടെ സമ്മതപത്രം ഉണ്ടായിരുന്നു. ഉടമയുമായി ബന്ധം തെളിയിക്കുന്ന റിലേഷൻ സർട്ടിഫിക്കറ്റ് പകർപ്പും ആധാർ കാർഡിന്റെ പകർപ്പും സമർപ്പിച്ചിരുന്നതായും വിവരാവകാശ രേഖയിൽ പറയുന്നു. നേരത്തെ വ്യാജമായാണ് ശ്രീനാദേവി കുഞ്ഞമ്മ പേര് റേഷൻ കാർഡിൽ ചേർത്തതെന്ന് ആരോപിച്ച് കാർഡ് ഉടമയുടെ മക്കൾ രംഗത്തെത്തിയിരുന്നു. ഇതേ തുടർന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം ശ്രീനാദേവിയുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാൻ അടൂർ RDO ഉത്തരവിട്ടിരുന്നു. താമരശ്ശേരി മുക്കം റോഡിൽ കൂടത്തായ് പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ റോഡിലേക്ക് മറിഞ്ഞ് 5 പേർക്ക് പരിക്കേറ്റു. ഉത്തർപ്രദേശ് സ്വദേശികളായ ഗോപാൽ, മുന്നി, അജയ്, ധർമ്മേന്ദർ, ഷംസുദ്ദീൻ, അമർപ്രസാദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടകര ചാനിയം കടവിൽ പോലീസും CPM-ഉം കലാപത്തിന് ശ്രമം നടത്തുന്നുവെന്ന് മുസ്ലിം ലീഗ് നേതാവ് പാറക്കൽ അബ്ദുള്ള. CPM ഓഫീസിൽ നിന്ന് നൽകുന്ന പ്രതിപട്ടികയുമായി പോലീസ് വീടുകളിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. പുരുഷന്മാരില്ലാത്ത വീട്ടിലും സ്ത്രീ പ്രസവിച്ചു കിടക്കുന്ന വീട്ടിലും കയറി ക്രൂരമായി പെരുമാറുകയാണ്. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ഇത് സംബന്ധിച്ച പരാതിയെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പോലീസും ഒത്തുചേർന്ന് കൊണ്ടുള്ള വലിയൊരു കലാപത്തിനുള്ള ശ്രമം നടത്തുന്നു കുറ്റ്യാടിയിൽ. അതായപ്പോഴുള്ള സാഹചര്യം. ആ സിദ്ദീഖിൻ്റെ വീട്ടിൽ അഴിഞ്ഞാട്ടം നടത്തുകയാണ്.
അവിടെ കയറി 10-20ഓളം വരുന്ന ഒരു വലിയ സംഘം, പോലീസ് സംഘം അവിടെ വന്ന് കയറി 2 ദിവസമായി. മിനിയാന്ന് വന്നപ്പോൾ ഞാനിവിടെ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ SP ഉൾപ്പെടെ വിളിച്ച് പറഞ്ഞു, സ്ത്രീകൾ മാത്രമുള്ള വീടാണ്, 4 ദിവസമായിട്ടേ ഉള്ളൂ, പ്രസവിച്ചിട്ട് ചെറിയ കുട്ടിയുണ്ട്, അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് നിങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലെ 3 തവണ പോയി. ഇന്നലെ രാത്രി 11 മണിക്ക് അവിടെ പോയി അതിഭീകരമായ അന്തരീക്ഷം പോലീസ് സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, ഹോർമൂസിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് ചുങ്കം ലഭിച്ചതായി ഇറാൻ ഡെപ്യൂട്ടി സ്പീക്കർ. എന്നാൽ എത്ര തുകയാണ് ലഭിച്ചതെന്നോ ഏത് രാജ്യത്തു നിന്നുള്ള കപ്പലിൽ നിന്നാണ് തുക ഈടാക്കിയതെന്നോ ഇറാൻ വെളിപ്പെടുത്തിയില്ല. കടത്തിവിടുന്ന ഓരോ ചരക്ക് കപ്പലിൽ നിന്നും $20 ലക്ഷം പിരിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ഇറാന് ടോൾ നൽകുന്ന കപ്പലുകളെ US നാവിക കപ്പലുകൾ നിരീക്ഷണ വലയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. അതേസമയം ഇറാൻ നാവിക കേന്ദ്രങ്ങളിലുള്ള അമേരിക്കയുടെ ഉപരോധം നീക്കാതെ ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കില്ല എന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് അറിയിച്ചു. മാത്രമല്ല, ഉപരോധം നീക്കാതെ അമേരിക്കയുമായി തുടർ ചർച്ചകൾക്കില്ല എന്ന നിലപാടിലാണ് ഇറാൻ. ജോസ് കെ മാണിയെ നിയുക്ത MLA എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പാലായിൽ ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. പാലാ കടപ്പാട്ടൂരിലാണ് ഫ്ലക്സുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. കടപ്പാട്ടൂർ പൗരാവലിയുടെ പേരിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലക്സിൽ ജനനായകൻ പാലായുടെ MLA എന്നും ജോസ് കെ മാണിയെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചതിനെക്കുറിച്ച് അറിവില്ല എന്ന് കേരള കോൺഗ്രസ് M നേതൃത്വം വ്യക്തമാക്കി. ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളിലൊന്നായിരുന്നു പാലാ. നിർമ്മാതാവ് മുരളി കുന്നുംപുറത്തിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി സുമതി വളവ് ചിത്രത്തിന്റെ സംവിധായകനും തിരക്കഥാകൃത്തും. സിനിമ നഷ്ടമാണെന്ന് ആരോപിക്കുന്ന നിർമ്മാതാവ് ചിത്രത്തിന്റെ കണക്ക് പുറത്തുവിടണമെന്ന് തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള ആവശ്യപ്പെട്ടു. ചിത്രത്തിന്റെ നിർമ്മാണത്തിന് വലിയ ചിലവ് വരുമെന്ന് നേരത്തെ മുരളി കുന്നുംപുറത്തിനെ അറിയിച്ചിരുന്നതാണ്. നിർമ്മാതാവ് സിനിമയിൽ അഭിനയിച്ച പലർക്കും പ്രതിഫലം നൽകിയിട്ടില്ല എന്നും ഇവർ ആരോപിച്ചു. സുമതി വളവ് ചിത്രത്തിന്റെ നിർമ്മാണത്തിലൂടെ തനിക്ക് 7 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായെന്ന നിർമ്മാതാവ് മുരളി കുന്നുംപുറത്തിന്റെ ആരോപണങ്ങളിലാണ് വിശദീകരണവുമായി സംവിധായകനും തിരക്കഥാകൃത്തും രംഗത്തെത്തിയത്. കഴിഞ്ഞ 2 ദിവസമായി വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് തങ്ങൾ നേരിടുന്നത്. ഇനിയും വിഷയത്തിൽ വിശദീകരണം നൽകിയില്ലെങ്കിൽ അത് തങ്ങളുടെ കുടുംബത്തെയും കരിയറിനെയും ബാധിക്കുമെന്ന് തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള പറഞ്ഞു. മാളികപ്പുറം സിനിമയുടെ വിജയത്തിന് ശേഷം അടുത്ത സിനിമ നിർമ്മിക്കാൻ മുരളി കുന്നുംപുറം തങ്ങളെ സമീപിക്കുകയായിരുന്നു. മുരളിയുമായി നടത്തിയ ചർച്ചയിൽ മറ്റൊരു ചിത്രത്തിന്റെ കഥ പറഞ്ഞെങ്കിലും സുമതി വളവ് നിർമ്മിക്കാൻ മുരളി കുന്നുംപുറം തയ്യാറാവുകയായിരുന്നു. സിനിമയുടെ നിർമ്മാണത്തിന് 15 കോടിയോളം രൂപ ചെലവ് വരുമെന്ന് മുരളി കുന്നുംപുറത്തിനോട് അന്നേ പറഞ്ഞിരുന്നു. എന്നാൽ തനിക്ക് പണം ലഭിക്കാനുണ്ടെന്നും സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കാനും മുരളിയാണ് നിർദ്ദേശിച്ചതെന്ന് അഭിലാഷ് പിള്ള പറഞ്ഞു. ഈ ഷൂട്ട് തുടങ്ങുന്നതിന്റെ ഒരു 6-7 മാസം മുന്നേ കൊച്ചിയിൽ ഒരു വലിയ ഫംഗ്ഷൻ വെച്ചിരുന്നു. ആ ലോഞ്ച് അന്ന് വെച്ചതുപോലും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രൊജക്ട് വരുന്നുണ്ടെന്ന് പബ്ലിക്കിനെ അറിയിക്കണമെന്നും അതുവഴി അദ്ദേഹത്തിന് ഇൻവെസ്റ്റേഴ്സിനെ കിട്ടുമെന്നും പറഞ്ഞിട്ട് തന്നെയാണ് അന്ന് ആ ലോഞ്ച് വെച്ചത്. ആ ലോഞ്ചിൽ പോലും ഞാനും വിഷ്ണുവും അടക്കമുള്ള എല്ലാവരും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാണ്. അർജുൻ അശോകന്റെ കരിയറിൽ തന്നെ ഏറ്റവും ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാണ്. ഒരു നമ്പർ ഓഫ് ഡേയ്സ് പോലും അധികമാവുന്നൊരു സിനിമയാണെന്ന് പറഞ്ഞതിന് ശേഷം ഒരു 6 മാസത്തോളം ഇതിന്റെ പ്രീ പ്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നു. ഈ സിനിമ തീരുമാനിക്കുന്നു, ഇത് ബാക്കി ആർട്ടിസ്റ്റുകളൊക്കെ തീരുമാനിക്കുന്നു. ആ സമയത്താണ് ഒരു ഷൂട്ടിംഗ് തുടങ്ങാൻ കുറച്ച് ദിവസങ്ങൾ മുന്നേ അദ്ദേഹം പറയുന്നത് എൻ്റെ അക്കൗണ്ടിൽ 25 ലക്ഷം രൂപ പൈസ ഉള്ളതെന്ന് പറയുന്നു. ഇദ്ദേഹത്തിനോട് ബാധിച്ച ഒരുപാട് പേര് വിളിച്ചിട്ട് ഇദ്ദേഹത്തിനോട് പണം ചെയ്യില്ലെന്ന് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ പോലും കുഴപ്പമില്ല, മുരളിച്ചനോട് പണം ചെയ്യാം. കാരണം അദ്ദേഹം അത്ര ഡീസൻ്റാണ് ഞങ്ങൾക്ക് ബിഹേവ് ചെയ്തിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു മൂത്ത ചേട്ടനെ പോലെ, നമ്മുടെ ഒരു ഫാമിലി മെമ്പറെ പോലെ തന്നെയാണ് അദ്ദേഹം നിന്നിട്ടുള്ളത്. ആത്മഹത്യയുടെ വക്കീലാണെന്ന് മുരളി കുന്നുംപുറം പറയുന്ന വീഡിയോ വന്ന അന്ന് തന്നെ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അബദ്ധം പറ്റിയതാണെന്ന് അദ്ദേഹം പറഞ്ഞുവെന്നും അഭിലാഷ് പിള്ള പറഞ്ഞു. സംവിധാനം അറിയാത്ത ആളാണ് വിഷ്ണു ശശിശങ്കർ എന്നാണ് മുരളി ആരോപിക്കുന്നത്. എന്നാൽ സുമതി വളവിന്റെ 2ാം ഭാഗം സംവിധാനം ചെയ്യാൻ മുരളി വിളിച്ചിരുന്നുവെന്നും വിഷ്ണു ശശിശങ്കർ പറഞ്ഞു. പിന്നെ എനിക്ക് സംവിധാനം അറിയില്ല എന്നുള്ളൊരു പ്രസ്താവന. പിന്നെ എന്തിനാണ് ചേട്ടാ എന്നെ സുമതി വളവ് സെക്കൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ വിളിക്കുന്നത്? പിന്നെ എന്തിനാണ് സുമതി വളവ് മാത്രമല്ല, സെക്കൻഡ് അല്ല, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കഥയായിട്ട് ഒരു ഐഡിയ പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചു വരുത്തി. എന്നെയും ആ സുഹൃത്തിനും അദ്ദേഹത്തിൻ്റെ വൈറ്റിലയിൽ ഉണ്ടായ ഒരു ഓഫീസുണ്ട്, അവിടെ വെച്ചിട്ട് എനിക്ക് അദ്ദേഹം ഒരു അഡ്വാൻസ് തരികയും ചെയ്തു. മുരളി കുന്നുംപുറം ഉന്നയിച്ച ആരോപണങ്ങളിൽ ഫെഫ്ക അടക്കമുള്ള സിനിമാ സംഘടനകൾക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും അഭിലാഷ് പിള്ള വ്യക്തമാക്കി. അമൃത ന്യൂസ്, കൊച്ചി.
കൊല്ലം മുളങ്കാടകം കാനകവയൽ ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാവാർഷിക മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. മഹാഗണപതി ഹോമത്തോടെ ആരംഭിച്ച 3 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവാഘോഷങ്ങളിൽ ആത്മീയ ഭാവം നിറഞ്ഞ വിവിധ ആചാര ചടങ്ങുകളാണ് നടക്കുന്നത്. ഗണപതി ഹോമത്തോടെ ആരംഭിച്ച ചടങ്ങുകളിൽ നാരായണീയ പാരായണം, സമൂഹാർച്ചന എന്നിവയിലൂടെ ഭക്തജനങ്ങൾ ദേവിയുടെ അനുഗ്രഹം തേടി. കാളി പൂജ, ഭജന, പൊങ്കാല തുടങ്ങിയ ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. പത്മനാഭോ മലപ്രഭോ നിഗർഭോ ഗർഭോ മാധവോ മധുസൂദന. മഹാമന്ത്രം